ഇവരെല്ലാവരും വിശുദ്ധരാണ്. എന്നാൽ ഈ 4 പേർ കേരളത്തിൽ നിന്നുള്ള വിശുദ്ധരാണ്. വിശുദ്ധ പദവിയിൽ എത്താമെങ്കിൽ കുറേ കടമകളുണ്ട്. അതിൽ ഒന്നാണ് അവരുടെ മാധ്യസ്ഥത്തിലൂടെ നടന്ന ഏതെങ്കിലും ഒരു അത്ഭുതം സ്ഥിരീകരിക്കപ്പെടുക എന്നത്. എന്താണ് ആ അത്ഭുതങ്ങൾ? വരൂ, നിങ്ങൾ തന്നെ കണ്ടോളൂ ആ വിശുദ്ധരെയും ആ അത്ഭുതങ്ങളെയും. ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധ, കേരളത്തിൽ നിന്നുള്ള അൽഫോൻസ, സഹനത്തിന്റെ അമ്മയുടെ മാധ്യസ്ഥം വഴി ഉറുപ്പന്തറ സ്വദേശികളായ ഷാജി ലിസി ദമ്പതികളുടെ മകൻ ജിനിലിന് ലഭിച്ച അത്ഭുത രോഗസഖ്യം. ഇതാരായി വരുന്നത്? ഈശോ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തായി കുഞ്ഞിന്റെ കാര്യങ്ങൾ? ശരിയായോ എന്ന് പറയാനോ? ജന്മനായുള്ള വൈകല്യമല്ലേ? വളഞ്ഞ കാലുകൾ പ്ലാസ്റ്റർ ഇട്ട് നിവർത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ പഴുത്ത് വ്രണമായി. ഓപ്പറേഷനിലൂടെ ശരിയാക്കാമെന്ന വിശ്വാസം ഡോക്ടർമാർക്കും ഇല്ല. അങ്ങനെ പക്ഷേ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ചേട്ടൻ കുഞ്ഞിനെയും മാതാപിതാക്കളെയും കൂട്ടി അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ വന്നു പ്രാർത്ഥിക്കുകയും അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പോഴും ഞങ്ങൾ വിഷമിക്കുന്നവരുടെ വിശ്വാസമേ. അവന്റെ കാരണങ്ങൾ ശരിയാണ്. കേരളത്തിന്റെ നവോത്ഥാനനായകൻ CMI സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനുമായ വിശുദ്ധ ചാവറയച്ചന്റെ മാധ്യസ്ഥത കോട്ടയം പാല സ്വദേശി മരിയ റോസ് എന്ന ബാലികയ്ക്ക് ലഭിച്ച അത്ഭുത രോഗസഖ്യം. പക്ഷേ അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ? പൊങ്കലാണ്. എന്തുകൊണ്ടാ ദൈവം അവൾക്ക് അങ്ങനെ വൈകല്യം കൊടുത്തത്? ദൈവത്തിന് പദ്ധതി ഉണ്ടാകും. നീ വിഷമിക്കരുത്. നമുക്ക് ചാവറയച്ചനോട് മാധ്യസ്ഥം യാചിക്കാം. എല്ലാം മാറും. നോക്കൂ, ആ കുഞ്ഞ്, അവളുടെ കണ്ണുകൾ ശരിയായി. അതെ, ഇതെങ്ങനെ ശരിയായത്? അന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പള്ളിയിൽ കയറി ചാവറയച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുഞ്ഞിന്റെ കണ്ണുകൾ ശരിയായി. അന്ന് ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകുമെന്ന്. ഇത് ഒരു പക്ഷേ ചാവറയച്ചനെ പദവിയിലേക്ക് ഉയർത്താനുള്ള അത്ഭുതമായി മാറും. അതെ, തീർച്ചയായും. കയ്യിൽ ചലിക്കുന്ന ജപമാലയും കുരിശുമായി രാവും പകലും ചിലവഴിച്ചിരുന്ന
ചലിക്കുന്ന സക്കാരി എന്നറിയപ്പെട്ടിരുന്ന ഉള്ളൂരിന്റെ പ്രാർത്ഥിക്കുന്ന എബ്രാസ്യ നിസ്സാരമായ ഉപകാരമെങ്കിലും ചെയ്തു കൊടുത്തിരുന്നവരോട് മരിച്ചാൽ മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞിരുന്ന എബ്രാസ്യമായ തൃശ്ശൂർ ജില്ലയിലെ ഉൾപ്പാറക്കുന്നിൽ താമസിക്കുന്ന ജാസന്റെയും റീനയുടെയും മകൻ ജുബിലിന് ലഭിച്ച ഒരു അത്ഭുത രോഗസൗഖ്യം. അമ്മേ, വെള്ളം മറക്കാൻ പറ്റുന്നില്ല. സ്കൂളിൽ വെച്ചും വെള്ളം കുടിക്കാൻ പറ്റില്ല. കരയിലെ മോനെ, നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഇതിന് കാരണം തൊണ്ടയിലെ മുഴയാണ്. ഓപ്പറേഷൻ വേണ്ടിവരും. അതല്ലാതെ മറ്റൊരു വഴിയില്ല. പക്ഷേ എന്താണ് ഡോക്ടർ? ഒരു പക്ഷേ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ശബ്ദം നഷ്ടപ്പെടാനും ഉള്ള സാധ്യതയുണ്ട്. ഓപ്പറേഷൻ ചെയ്യിക്കാൻ 10 പൈസ പോലും നമ്മുടെ കയ്യിലില്ല. കാശ് കടം വാങ്ങും. പക്ഷേ ശബ്ദം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കാതെ വാഴ്ത്തപ്പെട്ട എബ്രാസ്യനെ വിശുദ്ധയാക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. നമുക്ക് അമ്മയുടെ കബറിടത്തിൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിക്കാം. അതേ അമ്മേ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. പിറ്റേന്ന് രാവിലെ അമ്മേ, ചേട്ടാ, ദേ ജുവൽ വെള്ളം കുടിക്കുന്നു. മോനെ, നിനക്ക് വേദനയൊന്നുമില്ലേ? ഇന്നലെ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഒരു സിസ്റ്റർ വന്നിരുന്നു. കയ്യിൽ ഒരു കുരിശും കൊന്തയും ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്റെ തോളിൽ പിടിച്ച് എന്നെ നോക്കി ചിരിച്ചു. എബ്രാസ്യമ്മ എന്റെ കുഞ്ഞിന് സൗഖ്യം വാങ്ങിക്കൊടുത്തു. ഹൃദയത്തിൽ അഗ്നി, കാലിൽ ചെറുതുമുള്ള സ്ത്രീ എന്ന് മാർ ജെയിംസ് പഴയച്ച പിതാവ് വിശേഷിപ്പിച്ച വിശുദ്ധ മറിയം ത്രേസ്യ, ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയും കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്നതുമായ വിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ പെരിഞ്ചേരി സ്വദേശി ജോഷി ഷിബി ദമ്പതികളുടെ നവജാത ശിശു ക്രിസ്റ്റഫറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന അത്ഭുത രോഗസൗഖ്യം. ഡോക്ടർ ശ്രീനിവാസൻ ഒരു ന്യൂ ബോഡി പിടിച്ച് ആണ്. നല്ല ശ്വാസതടസ്സം കാണുന്നു. NICU-ലേക്ക് വേഗം ഷിഫ്റ്റ് ചെയ്യൂ. ഞാൻ ദാ വരുന്നു. ശരി ഡോക്ടർ. കുട്ടിയുടെ ഹാർട്ട് ബീറ്റിന് തകരാറുണ്ട്. ക്രിട്ടിക്കലാണ്. പുലരും വരെ ജീവിച്ചിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഓക്സിജൻ കൊടുക്കും. പൾസ് നീക്കം. വെന്റിലേറ്ററിലേക്ക് മാറ്റും. നിങ്ങൾ അവൈലബിളല്ല. ഈ അവസ്ഥ ബന്ധുക്കളെ അറിയിക്കാതെ തരമില്ല. കുഞ്ഞിന് എങ്ങനെയുണ്ട്? ക്രിട്ടിക്കലാണ്. ഒന്നും പറയാൻ സാധിക്കില്ല. പ്രാർത്ഥിക്കും. അതേ വഴിയുള്ളൂ. എന്റെ കുഞ്ഞിന് വീണ്ടും മാമോദീസ നൽകി. പിറ്റേന്ന് രാവിലെ കുഞ്ഞെവിടെ? ഡോക്ടർ, കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. എല്ലാം നോർമലായി. റിയലി? ഇതെങ്ങനെ സംഭവിച്ചു? അവന്റെ അപ്പൻ ഇന്നലെ വാർത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ഒരു തിരുശേഷിപ്പ് കുഞ്ഞിന്റെ കിടക്കയിൽ വയ്ക്കാൻ തന്നിരുന്നു. ഞാൻ അപ്രകാരം
ബന്ധുക്കൾ പ്രാർത്ഥനയിലായിരുന്നു. ഇത് തീർച്ചയായും ഒരു അത്ഭുതമാണ്. കൃഷ്ണഭരുടെ രോഗശാന്തി അത്ഭുതം തന്നെയാണ്. അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ? അതെ പ്രിയരെ, ഈ കൊച്ചു കേരളത്തിൽ നിന്നുമുള്ള ഈ വിശുദ്ധരുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നമുക്കും വിശുദ്ധരാകാം. അതിന് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.